നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസിക്സ് നോക്കാനായിട്ട് പോകുന്നത്. ടോട്ടലി ഇന്ന് 8ാമത്തെ ദിവസമാണ്, പക്ഷെ ഇന്ന് 3ാം തവണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസിക്സിലെ ചോദ്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6-7 ടോപ്പിക്സ് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. യെസ്, ഫിസിക്സിലെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ലൈവായിട്ട് പങ്കെടുക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, ലെറ്റ്സ് സീ. Vectors lying in the same or parallel to the same plane are called dash. Vectors lying to the same plane അല്ലെങ്കിൽ ഒരേ പ്ലെയിനിലുള്ള വെക്ടേഴ്സ് അല്ലെങ്കിൽ ഒരേ പ്ലെയിനിന് പാരലൽ ആയിട്ട് വരുന്ന വെക്ടേഴ്സ്. ഒരേ പ്ലെയിനിന് പാരലൽ ആയിട്ട് വരുന്ന വെക്ടേഴ്സ് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയായിരിക്കും, മറ്റൊരു പ്ലെയിൻ ലൈൻ എന്ത് ചെയ്യാൻ പറ്റും, സെയിം ആയിട്ട് വരുന്ന പോലെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ഇസ് കോപ്ലനാർ വെക്ടേഴ്സ്, ഓപ്ഷൻ ബി ഈക്വൽ വെക്ടേഴ്സ്, ഓപ്ഷൻ സി യൂണിറ്റ് വെക്ടേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ്. എന്തായിരിക്കും ഉത്തരം? പെട്ടെന്ന് കമന്റ് ചെയ്യൂ. എന്താണ് ആൻസർ വരിക? വെക്ടേഴ്സ് ലൈയിങ് ഇൻ ദി സെയിം ഓർ പാരലൽ ടു ദ സെയിം പ്ലെയിൻ ആർ കോൾഡ് ഓപ്ഷൻ എ കോപ്ലനാർ വെക്ടേഴ്സ്, ഓപ്ഷൻ ബി ഈക്വൽ വെക്ടേഴ്സ്, ഓപ്ഷൻ സി യൂണിറ്റ് വെക്ടേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ്. എന്തായിരിക്കും ആൻസർ? പെട്ടെന്ന് പറയൂ. The answer is option A, coplanar vectors. Sorry. The answer is option A, coplanar vectors. ഒരേ പ്ലെയിനിൽ ഒരുപോലെ വരുന്ന വെക്ടേഴ്സിനെ, ഒരേ പ്ലെയിനിൽ നമുക്ക് കൺഫൈൻ ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. കോപ്ലനാർ വെക്ടേഴ്സ്, ഒരേ പ്ലെയിനിൽ വരുന്ന വെക്ടറുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. വാട്ട് ആർ ഈക്വൽ വെക്ടേഴ്സ്? ഈക്വൽ വെക്ടേഴ്സ് ആർ ദോസ് വെക്ടേഴ്സ് വിച്ച് ഹാവ് ദി സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദി സെയിം ഡയറക്ഷൻ. ഈക്വൽ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഒരേ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഒരേ ഡയറക്ഷൻ വരുന്ന വെക്ടേഴ്സ് നമ്മൾ എന്ത് വിളിക്കുക, ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. There can be many equal vectors which have both same magnitude and same direction. Okay, infinite number of vectors നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. And what is a unit vector? What is a unit vector? നമ്മൾ ഇങ്ങനെ ഒരു വെക്ടറെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമുക്ക് എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. I can divide it into 4 equal parts അല്ലേ. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, 4 യൂണിറ്റ്സ് ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. ആൻഡ് ദി ആരോ ഹെഡ് പോയിന്റ്സ് ദി ഡയറക്ഷൻ. ഓക്കെ, ഈ ആരോ ഹെഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഡയറക്ഷനെ പോയിന്റ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് എ യൂണിറ്റ് വെക്ടർ? Unit vector is something which is formed by taking a unit magnitude. കണ്ടോ, ഈ 4 എണ്ണത്തിൽ നിന്നും ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സെയിം ഡയറക്ഷനിലേക്ക് നമ്മളൊരു വെക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. മനസ്സിലായോ? അതേ ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടറിനെ എടുക്കുന്നു. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, വി കോൾ ഇറ്റ് ആസ് ദി യൂണിറ്റ് വെക്ടേഴ്സ്. 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ നമ്മൾ എന്ത് വിളിക്കുന്നു, യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നു. കിട്ടിയോ? സോ ദാറ്റ് ഇസ് ദി യൂണിറ്റ് വെക്ടർ. ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇസ് സംതിങ് വിച്ച് ഷോസ് ദി ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഒറിജിനൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു 3-dimensional പ്ലെയിൻ 3-dimensional ഇമേജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വി കൺസിഡർ ദിസ് ആസ് ദി എക്സ് ആക്സിസ് ആൻഡ് ദിസ് ആസ് ദി വൈ ആക്സിസ് ഓർ സെഡ് ആക്സിസ്, ഇത് ഇസ് ദി സെഡ് ആക്സിസ്. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ് ആക്സിസിൽ നിന്നും ഒരു 2 യൂണിറ്റ് ദൂരെ, വൈ ആക്സിസിൽ നിന്നും 3 യൂണിറ്റ് ദൂരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓൺ ദി എക്സ് വൈ പ്ലെയിൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ പോയിന്റ് സെഡ് ആക്സിസിലെ ഒരു 2 യൂണിറ്റ് ഇങ്ങോട്ട് നീങ്ങുന്നു. അറൗണ്ട് ദിസ്, ഈ ഒരു ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് നീങ്ങുന്നു എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വി ഗെറ്റ് എ പോയിന്റ് ആസ് വിച്ച് ഇസ് എക്സ് ആക്സിസിൽ നിന്നും 2 യൂണിറ്റും വൈ ആക്സിസിൽ നിന്നും 3 യൂണിറ്റ്സും സെഡ് ആക്സിസിൽ നിന്നും 2 യൂണിറ്റ്സും വരുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെക്ടറിനെ ഒറിജിനലിൽ നിന്ന് വരച്ചെടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അതായത് ആ പോയിന്റ് എങ്ങനെയായിരിക്കും, എക്സ് ആക്സിസിൽ നിന്ന് 2 യൂണിറ്റ് ദൂരെ ആയിരിക്കും, വൈ ആക്സിസിൽ നിന്ന് 3 യൂണിറ്റ് ദൂരെ ആയിരിക്കും, സെഡ് ആക്സിസിൽ നിന്ന് 2 യൂണിറ്റ് ദൂരെ ആയിരിക്കും. അങ്ങനെ വരുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വെക്ടർ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വിളിക്കുന്നു. ആ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2i cap plus 3j cap plus 2k cap എന്ന് എഴുതാനായിട്ട് പറ്റും. ദിസ് വിൽ ബി വെക്ടർ എ ബി. എന്താണ്, ആ പോയിന്റിലേക്കുള്ള ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇറ്റ് ഇസ് കൺസിഡർഡ് ദി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. മനസ്സിലായോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, വിത്ത് ഡയറക്ഷൻ അല്ലേ. വി ഹാവ് എ ഡയറക്ഷൻ ഫോർ എ ബി അല്ലെ. നമുക്ക് ഇപ്പോൾ ഞാൻ കളർ മാറ്റി ബ്ലാക്ക് കളർ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദി ഡയറക്ഷൻ ഓഫ് എ ബി. വി ഹാവ് എ ഡയറക്ഷൻ ഫോർ എ ബി. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ബി ഇസ് എ ഡയറക്ഷണൽ വെക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണ്? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കുലർ മോഷൻ ഇസ് എ ഡാഷ്. മോഷൻ 1 dimension, 2 dimension, 3 dimension or 4 dimensions. സർക്കുലർ മോഷനെ നമ്മൾ ഏത് തരം മോഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഈസ് ഇറ്റ് എ 1 dimensional മോഷൻ, 2 dimensional മോഷൻ ഓർ 3 dimensional മോഷൻ? ഇതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ് ആൻസർ വരിക? Can you kindly comment? Circular motion is a motion in? Circular motion is a motion in how many dimensions? How many dimensions?
It is 2 dimensions. Circular motion is a motion in 2 dimensions. ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? We have to confine it into a plane. അല്ലെ, ഒരു പ്ലെയിനകത്ത് 2 ആക്സിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കുലർ മോഷനെ കൺഫൈൻ ചെയ്യുക. അവിടെ എന്ത് പറയാൻ പറ്റും? നമുക്ക് we need a radial vector and a directional tangent vector. അല്ലെ, ഒരു റേഡിയൽ വെക്ടറും അതുപോലെ തന്നെ ഒരു ഡയറക്ഷണൽ ടാൻജന്റ് വെക്ടറും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിളിനെ ഡിനോട്ട് ചെയ്യുക. അല്ലെ, ഓരോ പോയിന്റിനും നമുക്ക് എന്ത് വേണ്ടി വരും? ഓരോ പോയിന്റും ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടി വരും? We need an x axis and a y axis. മനസ്സിലായോ? അങ്ങനെയുള്ള മോഷൻസ് നമ്മൾ എന്ത് വിളിക്കുന്നു? 2 dimensional motions or motion in a plane എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള മോഷൻസ് നമ്മൾ എന്ത് വിളിക്കുന്നു? 2 dimensional motions or motion in a plane എന്ന് വിളിക്കുന്നു. Okay, another example is projectile motion. Another example is projectile motion. It is also a motion in a plane. അല്ലേ, ഇറ്റ് ഇസ് ഓൾസോ എ മോഷൻ ഇൻ എ പ്ലെയിൻ. പ്രൊജക്ടൈൽ മോഷൻ ഇസ് ഓൾസോ എ മോഷൻ ഇൻ എ പ്ലെയിൻ. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ പോയിന്റും ഡിഫൈൻ ചെയ്യാൻ വി നീഡ് ആൻ എക്സ് ആക്സിസ് ആൻഡ് എ വൈ ആക്സിസ്. അതായത് ഓരോ നമ്മളിപ്പോൾ 1 dimensional മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ. അല്ലെ, 1 dimensional മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ. വി നീഡ് ഓൺലി 1 point ടു ഡിഫൈൻ എ പോയിന്റ്. അല്ലെ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒരു ആക്സിസ് കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് 1 dimensional മോഷൻ എന്ന് പറയുന്നത്. എന്നാൽ 2 dimensional മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വി നീഡ് അറ്റ്ലീസ്റ്റ് 2 points ടു ഡിഫൈൻ ദി മോഷൻ. വി നീഡ് അറ്റ്ലീസ്റ്റ് 2 points ടു ഡിഫൈൻ ദി മോഷൻ. അതിന് നമ്മൾ 2 dimensional മോഷൻ എന്ന് പറയുന്നു. വാട്ട് അബൌട്ട് 3 dimensional മോഷൻ? ഇറ്റ് ഹാപ്പൻസ് ഇൻ എ പ്ലെയിൻ. അല്ലെ, 3 dimensional മോഷൻ നമ്മൾ സാധാരണ ഇതിൽ പ്ലെയിൻസിലാണ് 2 dimensional മോഷൻ ആണ് പ്ലെയിനിൽ നടക്കുക. 3 dimensional മോഷൻ എങ്ങനെയാണ്? ഇറ്റ് ഹാപ്പൻസ് ഇൻ എ സ്പേസ്. അല്ലെ, സ്പേസിലാണ് നടക്കുക 3 dimensional മോഷൻ നടക്കുക. 3 dimensional മോഷൻ നടക്കുന്നത് സ്പേസിലാണ്. അല്ലെ, ഇപ്പൊ ഒരു ചിത്രശലഭം പറക്കാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതൊരിക്കലും ഒരു സ്ട്രൈറ്റ് ലൈനിലും പറക്കില്ല, ഒരു പ്ലെയിനിലും പറക്കില്ല. മറിച്ച് എങ്ങനെയായിരിക്കും? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇറ്റ് ഇസ് ദ മോഷൻ ഹാപ്പനിങ് ഇൻ ദ സ്പേസ് ഓർ ദി 3 dimensions. നമുക്ക് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും അതുപോലെ തന്നെ ഒരു സെഡ് ആക്സിസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ആ മോഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കിട്ടിയോ? ഹെൻസ് ഇറ്റ് ഇസ് എ 3 dimensional മോഷൻ. വാട്ട് അബൌട്ട് മോഷൻ 4 dimensions? What about motion 4th dimension? നമുക്ക് 4th dimension വേണമെങ്കിൽ ടൈമിനെ കൺസിഡർ ചെയ്യാം. ഇറ്റ് ഇസ് എ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻ ആസ് ഡിഫൈൻഡ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? വി കൺസിഡർ സർക്കുലർ മോഷൻ ആസ് എ മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വരച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയഗണലിൽ വരച്ചു. ഇങ്ങനെ വരച്ചാലും എന്താണ്? ഓൾ ദീസ് ആർ പ്ലെയിനാർ മോഷൻസ് അല്ലെങ്കിൽ 2 dimensional മോഷൻസ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. സർക്കുലർ മോഷൻ ഇസ് ഓൾവേസ് എ 2 dimensional മോഷൻ ഓർ എ പ്ലെയിനാർ മോഷൻ. Okay, എങ്ങനെ വരച്ചാലും circular motion is always a 2 dimensional motion or a planar motion. Okay, let's move on to the next question. When an external force is not applied to the system, its total momentum is dash. When an external force is not applied to the system, its total momentum is dash. A becomes 0, B remains constant, C increases gradually, D decreases gradually. അപ്പോൾ മൊമെന്റം എന്താണെന്ന് നമുക്ക് അറിയണം. അല്ലെ, മൊമെന്റം ഇസ് മാസ് ഇൻറ്റു വെലോസിറ്റി. ആ മാസ് ഇൻ മോഷൻ പൊസസ് മൊമെന്റം. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്താവുന്നത്? മൊമെന്റം ആയിട്ട് വരുന്നത്. P is equal to mass into velocity. Momentum is a vector quantity. അതുകൊണ്ടാണ് ഞാൻ ആരോ മാർക്ക് ഇട്ടത്. Momentum is a vector quantity. Okay, P is equal to mass into velocity ആണ് നമ്മൾ സാധാരണ എടുക്കുക. A mass in motion is called particle which has momentum എന്ന് നമുക്ക് പറയാം. അല്ലെ, ഇതിനകത്ത് എന്താണ്? മൊമെന്റം എന്ത് ചെയ്യും? മൊമെന്റം ഓഫ് ആൻ എന്താ പറയാ? external force is not applied to system. അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയ സിസ്റ്റത്തിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഇസ് കോൾഡ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. The system for which the next external force is equal to 0. അങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു? We call it an isolated system. And law of conservation of momentum എന്താണ് പറയുന്നത്? In an isolated system, എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ടു 0. അല്ലെ, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എന്തായിരിക്കും? ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കൺസേർവ്ഡ്. അതായത് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് ആര് പറയുന്നത്? ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത്. ഇൻ കേസ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, നമുക്ക് ഒരു ഇലാസ്റ്റിക് കൊളീഷൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാൻ പറ്റുക? വി ടേക്ക് 2 bodies. അല്ലെ, ദിസ് ഇസ് m1 മൂവിങ് വിത്ത് വെലോസിറ്റി u1 ആൻഡ് ദിസ് ഇസ് m2 മൂവിങ് വിത്ത് വെലോസിറ്റി u2. അല്ലെ, ഇവരെന്ത് ചെയ്യുന്നു? ഇവരെ ഗ്രാജുവലി രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു? കൊള്ളൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ അതേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച് മൂവ് ചെയ്യുന്നു. ഓക്കെ, യെസ്, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? അതേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച് മൂവ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഇമേജ് കുറച്ച് ചെറുതാക്കായിരുന്നു, പോട്ടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കൊളീഷൻ സംഭവിക്കുന്നു. ഇനി ആഫ്റ്റർ മൂവ്മെന്റ് അവരെന്താണ് ചെയ്യുന്നത്? അവർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ ദിസ് അവർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അവരുടെ വെലോസിറ്റിയിൽ മാറ്റം വരും. m1 വിൽ ബി മൂവിങ് വിത്ത് വെലോസിറ്റി v1 ആൻഡ് m2 വിൽ ബി മൂവിങ് വിത്ത് വെലോസിറ്റി v2. m2 will be moving with velocity v2. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടലി ഫൈനലി നമുക്ക് എന്ത് പറയാൻ പറ്റും?
യെല്ലോ കളർ കാണുന്നില്ല അല്ലേ? Sorry. Yeah, we'll move on to this. Yeah. This is V2. V2 വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? We can say that m1 u1 plus m2 u2. ഇതെന്താണ്? Sum of the momentum before collision ആണ്. Sum of the momentum before collision is m1 u1 plus m2 u2, which will be equal to m1 v1 plus m2 v2. അതെന്താണ്? The total momentum of the system remains conserved. അതായത് ലീനിയർ മൊമെന്റം എന്ത് ചെയ്യുന്നു? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് ലീനിയർ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നാണ് ആര് പറയുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത്. The linear momentum of the system remains conserved if the external force acting on the system is 0. നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും? അതിന്റെ ലീനിയർ മൊമെന്റം എന്തായിരിക്കും? കൺസർവ്ഡ് ആയിരിക്കും. അത് കൂടില്ല, കുറയില്ല, മറിച്ച് എന്ത് ചെയ്യില്ല? ഇത് റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇനി ഒരു കാര്യം പറയാനുള്ള എന്താണ്? ഇതിന്റെ തന്നെ ഒരു ഇഫക്റ്റ് ആണ് നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ലോ ഓഫ് മോഷനെ പറയാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ദ ബോഡി മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അല്ലെ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. എന്താണ് പറയുന്നത്? നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആ സിസ്റ്റത്തിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഉണ്ടാവുന്നത്. അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഉണ്ടാവണമെങ്കിൽ എന്ത് കൊടുക്കണം? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അതാര് പറയുന്നു? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഈ 0 നോട്ട് അപ്ലൈഡ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് is equal to 0 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? there is no change in momentum, the momentum remains constant എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് എത്തുന്നത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലേക്ക് എത്തുന്നത്. ഓക്കെ. ഓക്കെ, I hope it's well clear. Let's move on to the next question. Dimension of kinetic energy is same as that of dash. Dimension of kinetic energy is same as that of dash. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് അറിയണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഡയമെൻഷൻസ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഡയമെൻഷൻ അനാലിസിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഏരിയയാണ്. പ്രത്യേകിച്ച് ഡയറി ഫാമിന് +1 +2 ലെവലിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ അനാലിസിസ് ക്വസ്റ്റ്യൻസ് ഉറപ്പായും ഉണ്ടാവും. കൃത്യമായി പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. യെസ്, ഡയമെൻഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇസ് ദാറ്റ് ഓഫ് ഡാഷ്. എന്താണ് ഡയമെൻഷൻ ഓഫ് കൈനറ്റിക് എനർജി വരിക? We know that dimension of energy is given by ml square t raised to -2. ml square t raised to -2 ആണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ എനർജിയുടെ ഡയമെൻഷൻ ആയിട്ട് വരുന്നത്. where m is the മാസിൻ്റെത്, l ലെങ്ത്തിൻ്റെത്, t ടൈമിൻ്റെ. ഓക്കെ. നമ്മൾ എന്താണ് ഡയമെൻഷൻ അനാലിസിസ് എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ? സോറി, എനർജി is not a vector. No, energy is not a vector. We can write in brackets. Okay, energy is not a vector. It is a scalar quantity. Okay, so we have mass into L square into T raised to -2 ആണ് എന്തായിട്ട് വരുന്നത്? നമുക്ക് ഡയമെൻഷൻ ഓഫ് കൈനറ്റിക് എനർജി ആയിട്ട് വരുന്നത്. അല്ലേ? ലെറ്റ്സ് സീ എന്താണ് ബാക്കിയുള്ള ഡയമെൻഷൻസ് നോക്കാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഇറ്റ് ഇസ് ml t raised to -2. We don't have the extra L. അല്ലേ? ഇവിടെ L square ഉണ്ട്, ഇവിടെ L മാത്രമേ ഉള്ളൂ. It is not the dimension. And acceleration is lt raised to -2. We don't have ml. ഒരു എമ്മിൻ്റെ കുറവുണ്ട്, അതുപോലെ തന്നെ ഒരു എല്ലിൻ്റെയും കുറവ് ഇവിടെ ഉണ്ട്. ഇനി വർക്കാണെങ്കിലോ? വർക്കിൻ്റെ ഡയമെൻഷൻ എന്താണ്? ml square t raised to -2 ആണ്, which is same as the kinetic energy dimension ആണ്. So the answer is work. And regarding velocity, it is L t raised to -1. L t raised to -1 ആണ് എന്തായിട്ട് വരുന്നത്? velocity of the velocity dimension ആയിട്ട് വരുന്നത്. Okay, so what we have to learn from here is that വർക്കിനും എനർജിക്കും എന്താണ് വരുന്നത്? ഒരേ ഡയമെൻഷൻസ് ആണ് വരുന്നത്. Why is that happening? It is due to the work energy theorem, which says that energy can be converted into work. അല്ലേ? ഒരു ബോഡിയിലേക്ക് നമ്മൾ വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ഒരു ബോഡിയിലേക്ക് നമ്മൾ വർക്ക് ചെയ്താൽ അതിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ബോഡിയിനാൽ വർക്ക് ചെയ്യപ്പെട്ടാൽ ആ ബോഡിയുടെ എനർജി എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അല്ലേ? ഇപ്പം ഞാൻ ഒരു ബിരിയാണി കഴിച്ചു. അപ്പം എങ്ങനെയാണ്? ഞാൻ എൻ്റെ ബോഡിയിലേക്ക് വർക്ക് ചെയ്തു. സോ മൈ എനർജി വിൽ ഇൻക്രീസ്. ആൻഡ് ദ സെക്കൻഡ് തിങ് വിൽ ബി, ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ജിമ്മിൽ പോയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യണം, ഒരു 50 പ്രാവശ്യം ഡമ്പൽ എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ബോഡി ഈസ് ഡൂയിങ് വർക്ക്, വിച്ച് മീൻസ് ദ എനർജി ഓഫ് മൈ ബോഡി വിൽ ഡിക്രീസ്. കിട്ടിയോ? സോ വർക്ക് ആൻഡ് എനർജി ആർ കമ്പാരബിൾ ആൻഡ് കൺവേർട്ടിബിൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈനറ്റിക് എനർജി ആൻഡ് വർക്ക് ഹാസ് ദി സെയിം ഡയമെൻഷൻ. ആൻഡ് അത് രണ്ടിൻ്റെയും യൂണിറ്റ് ആയിട്ട് എന്താണ് വരുന്നത്? വാട്ട് ഈസ് ദ യൂണിറ്റ്? Unit turns out to be joules. Okay, രണ്ടിൻ്റെയും യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ജൂൾ. ജൂൾസ് ആണ് കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ വർക്കിൻ്റെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ഹീറ്റിൻ്റെയും ഒക്കെ യൂണിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾവേസ് ജൂൾസ്. ക്ലിയർ ആണ്? So we have 4 more questions, and before that I'll tell you the scheme.
സോ വി ഹാവ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ബാച്ച് ഉണ്ട്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. വി ഹാവ് 9 ബാച്ചസ്, 200 സ്റ്റുഡൻസ് ഈച്ച്, അറൌണ്ട് 2000 സ്റ്റുഡൻസ് നമ്മുടെ ബാച്ചിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇതുവരെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഇതുവരെയുള്ള റെക്കോർഡ് ക്ലാസ്സേ കാണാൻ പറ്റുള്ളൂ. ലൈവായിട്ടുള്ള ക്ലാസ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പരീക്ഷ എന്തായാലും എഴുതണം. അപ്പോൾ പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ടേക്ക് ദി ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാംസിൻ്റെ ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ഉണ്ട്. നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് ഇത് അവൈലബിൾ ആണ്, ഓൾറെഡി ഫ്രീ ആണ്. ബട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് മാത്രമായിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ ഇഫ് യു യൂസ് ദ കോഡ് Y757S, കോഡ് ഞാൻ വീണ്ടും പറയുകയാണ്, Y757S. ഈ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ 389 rupees. 389 rupees നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ടോപ്പിക് വൈസ് ആസ് വെൽ എസ് മോക്ക് ടെസ്റ്റുകൾ എവിടെ കിട്ടും, നമ്മുടെ ആപ്പിനകത്ത് കിട്ടുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഇഫ് ഇറ്റ് ഇസ് അബൌട്ട് ദ സ്റ്റാൻഡേർഡ്സ്, ഇതുപോലെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് ആയിട്ടുള്ളതും അല്ലാതെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോയിട്ട് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, വി ഹാവ് പീപ്പിൾ ഹു ആർ കണ്ടിന്യൂസ്ലി സ്റ്റഡിങ് ഫോർ ഡയറി ഫാം, അല്ലെ, കൃത്യമായിട്ട് 5-6 മാസമായിട്ട് ഇന്ന് പഠിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇഫ് വി വോണ്ട് എനി ചാൻസ് ടു ക്ലിയർ ദിസ്, യു മസ്റ്റ് ഹാവ് പ്രാക്ടീസ്. വെൽ നീഡഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസിൻ്റെ പാക്ക് എടുക്കുക. ഇതാണ് കോഡായിട്ട് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The inherent property with which a body resists any change in its state of motion is known as dash. The inherent property with which a body resists any change in its state of motion is known as dash. Force, momentum, inertia and acceleration. എന്താണ് വരിക, എന്താണ് ആൻസർ വരിക? The answer is C, inertia. Inertia is the tendency of the body, inherent property അല്ലെങ്കിൽ inherent tendency of the body to resist any force acting on the body. ഇപ്പം ഞാൻ ഈ റിമോട്ടാണ് ഞാൻ ഒബ്ജക്റ്റായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കണം. ഞാൻ ഇവിടുന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം കൊടുത്ത ഫോഴ്സിന് എന്ത് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും ഫോഴ്സ് കൂട്ടിക്കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് മൂവ് ചെയ്യുന്നില്ല. വീണ്ടും ഞാൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ബോഡി പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ എന്തുണ്ട്, ദർ ഇസ് സം റെസിസ്റ്റൻസ് ദാറ്റ് ദ ബോഡി ഓഫേഴ്സ് ടു ദി ഫോഴ്സ് ദാറ്റ് അപ്ലൈ. അല്ലെ, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനോട് ഈ ബോഡി എന്ത് ചെയ്യുന്നു, ഇൻഹറന്റ്ലി ഒരു എതിർപ്പ് കാണിക്കുന്നു. വൈ ഇസ് ദാറ്റ്? ദാറ്റ് ഇസ് ഡ്യൂ ടു ദി ഇനേർഷ്യ. അല്ലെ, ഇറ്റ് ഇസ് ദി ഇൻഹറന്റ് പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി. ജഡത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇറ്റ് ഇസ് ദി ഇൻഹറന്റ് പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ടു റെസിസ്റ്റ് ദി ഇൻകമിംഗ് ഫോഴ്സ്. ആ ഒരു ബോഡിയെ ഫോഴ്സ് വരാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ബോഡി അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, വി കോൾ ഇറ്റ് ഇനേർഷ്യ. ഓക്കെ, നമ്മൾ എന്ത് വിളിക്കുന്നു, ഇനേർഷ്യ എന്ന് വിളിക്കുന്നു. ആൻഡ് വാട്ട് ഡിഫൈൻസ് ഇനേർഷ്യ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻസ് ഇനേർഷ്യ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, ഇനേർഷ്യ ഡിഫൈൻ ചെയ്യുന്നത്. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ അൺലെസ് ആക്ടഡ് അപ്പോൺ ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ബാഹ്യ ബലം, ഒരു ബാഹ്യ അസന്തുലിത ബലം ഒരു വസ്തുവിന്മേൽ വരുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നില്ല, ആ വസ്തുവിന് ഒരു ചലനം ഉണ്ടാകുന്നില്ല. ആ വസ്തു എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ബലം വരുമ്പോൾ തന്നെ ആ വസ്തു എന്ത് ചെയ്യുന്നു, അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. അല്ലെ, ഇപ്പം നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, സഡൻലി ബസ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് ഇങ്ങനെ വീഴാൻ പോകും. അല്ലെ, എന്തുകൊണ്ട് അങ്ങനെ പോകുന്നത്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദി ഇനേർഷ്യ ഓഫ് ദ ബോഡി. ദ ബോഡി വോണ്ട് ടു കണ്ടിന്യൂ ഇൻ ദ മോഷൻ. പെട്ടെന്ന് സ്റ്റക്കാകുമ്പോൾ എന്താവും, ആ മോഷനെതിരെ എന്ത് ചെയ്യും, ആ സ്റ്റക്ക് ചെയ്യുന്ന ഫോഴ്സിന് എന്തിനു ചെയ്യും, എൻ്റെ ബോഡി വർക്ക് ചെയ്യും. അപ്പോൾ ബോഡി എന്ത് ചെയ്യും, മുന്നോട്ട് ഇങ്ങനെ വീഴാനായിട്ട് പോകും. ഇനി അതേപോലെ നിർത്തിയിരിക്കുന്ന ബസ്, ഒരു നിർത്തിയിരിക്കുന്ന ബസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പുറകിലേക്ക് പോകും. അല്ലെ, എന്തുകൊണ്ടാണ്? ദ ബോഡി ടെൻസ് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അല്ലെ, ബോഡി കണ്ടിന്യൂസ് ടു ബി ട്രൈ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആക്ടഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, ആൻഡ് ഇനേർഷ്യ ഈസ് ഓഫ് 3 types. ഏതൊക്കെയാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, inertia of motion and inertia of direction. 3 തരം ഇനേർഷ്യകളാണ് നമുക്കുള്ളത്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The body tends to be in a state of rest or in uniform motion, or the body continues to be in the same direction of motion. നമ്മൾ എന്ത് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ഡയറക്ഷനിൽ ബോഡി എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അതായത് ഒരു ബോൾ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോളാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ ആ ബോൾ എന്താ ചെയ്യുക, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഒരു പാത്ത് സ്വീകരിക്കില്ല. എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുള്ളൂ, ആ പാത്ത് സ്വീകരിക്കുള്ളൂ. വൈ? ഇറ്റ് വിൽ ഓൺലി ചൂസ് ദിസ് പാത്ത് ബിക്കോസ് ഇറ്റ് ഹാസ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ആ ബോഡിക്ക് എന്തുണ്ട്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അതൊരിക്കലും അത് അപ്പം തന്നെ തിരിഞ്ഞു പോവില്ല. എന്ത് ചെയ്യും, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ടേൺ അത് എടുക്കുള്ളൂ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 Newton is equal to 1 kilogram into 1 meter per second square, 1 kilogram into 1 meter per second, 1 meter per second square, or 1 kilogram by 1 meter per second square. എന്താണ് ആൻസർ വരിക?
എന്താണ് ആൻസർ വരിക? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ ആണ് അല്ലേ? ന്യൂട്ടൺ ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ആണ് എന്തായിട്ട് വരുന്നത്? ന്യൂട്ടൺ ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് അല്ലേ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഇസ് കിലോഗ്രാം. ആൻഡ് ആക്സലറേഷൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1 Newton is the force needed to move a body with 1 kilogram mass with an acceleration of 1 meter per second square. 1 kilogram into 1 meter per second square ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? We get 1 Newton. അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ കിട്ടുക. That is kilogram meter per second square is given as Newton. ന്യൂട്ടൺ എന്ന പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് നമ്മൾ കൊടുത്ത മറ്റൊരു പേരാണ് എന്ത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. ന്യൂട്ടൺ എന്ന് പറയുന്ന ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ ആ സയന്റിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമമറേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? അദ്ദേഹം കണ്ടുപിടിച്ച വാല്യൂവിന്, ആ ബലം എന്ന് പറയുന്ന സാധനത്തിന് യൂണിറ്റിന് ന്യൂട്ടൺ എന്ന പേര് കൊടുക്കുകയാണ്. ഇറ്റ് ഇസ് ആക്ച്വലി 1 kilogram per 1 kilogram into 1 meter per second square. So the answer is this. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരിക ഇതാണോ എന്നായിരിക്കും. ഇതല്ല, 1 kilogram into 1 meter per second square ആണ് എന്താവുന്നത്? 1 ന്യൂട്ടൺ ആയിട്ട് വരുന്നത്. ഓക്കെ, തെറ്റിക്കരുത്. 1 kilogram into 1 meter per second square ആണ് എന്തായി വരുന്നത്? നമുക്ക് 1 ന്യൂട്ടൺ ആയിട്ട് വരുന്നത്. The next question. An electric heater of rating 1000 watt was used for 5 hours per day for 20 days. What is the electrical energy utilized? What is the electrical energy utilized? Power into time ആണ് എന്ത്? എനർജി എന്ന് പറയുന്നത്. എനർജി യൂട്ടിലൈസ്ഡ് is given by power into time അല്ലേ? പവർ ഇൻറ്റു ടൈം ആണ് കിട്ടുക. എന്തുകൊണ്ടാണ്? വി നോ ദാറ്റ് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ആണ് അല്ലേ? വർക്കിനും എനർജിക്കും ഇക്വാലന്റ് ആയിട്ടുള്ളതാണ് എന്ത് വരിക? ഡയമെൻഷൻസ് വരിക. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് എനർജി കാൽക്കുലേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? വർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വിച്ച് ഇസ് ഗിവൺ ബൈ പവർ ഇൻറ്റു ടൈം. ഈ ടീന് താഴെയുള്ള ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ എനർജി ഈസ് ഗിവൺ ബൈ പവർ ഇൻറ്റു ടൈം എന്ന് നമുക്ക് പറയാം. എനർജി ഈസ് ഗിവൺ ബൈ പവർ ഇൻറ്റു ടൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഫ്രം ഹിയർ വി ടേക്ക് ഇറ്റ് ആസ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കുമ്പോൾ എങ്ങനെയാണ്? എനർജി നമുക്ക് കണ്ടുപിടിക്കണം. ഇ ഇസ് ഈക്വൽ ടു പവർ എത്രയാണ്? 1000 വാട്ടാണ്. 1000 വാട്ട് ഇൻറ്റു ടൈം എത്രയാണ്? 5 hours per day for 20 days. 5 into 20 hours അല്ലേ? 5 into 20 hours. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങൾ നോക്കൂ. എന്താ യൂണിറ്റ്? ഇറ്റ് ഇസ് കിലോ വാട്ട് അവറിലാണ് നമുക്ക് യൂണിറ്റുകൾ തന്നിരിക്കുന്നത്. കണ്ടോ? ഇറ്റ്സ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആണ് എന്ത്? 1 kilowatt അവർ എന്ന് പറയുന്നത്. 1 kilowatt പവർ, അതായത് 1000 വാട്ട് 1 മണിക്കൂർ ഉപയോഗിച്ച് എന്തായി? 1 kilowatt അവർ പവർ നമ്മൾ യൂസ് ചെയ്തു എന്നായി. ഓക്കെ, സോ എന്തായി? ഇവിടെ നമുക്ക് എന്താണ്? 1000 watt into 5 into 20. 5 into 20 is 100. So we have is equal to 1000 watt into 100 hours. So we get it as 10 raised to 5 watt hours. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? 10 raised to 2 kilowatt hour അല്ലേ? അതിന് എനിക്ക് എങ്ങനെ കൂടെ എഴുതാം? 100 kilowatt hour എന്നും കൂടി എഴുതാം. It is 100 kilowatt hour അല്ലേ? So answer will be a 100 kilowatt hour. Equation പഠിച്ചു വയ്ക്കുക. Energy is equal to power into time. Energy is given by power into time ആണ്. So we have 1000 watt into 5 into 20 hours ആണ് വരിക. അപ്പോൾ എന്താണ്? E is equal to 1000 into 100 hours എന്ന് കിട്ടും. Which gives you 10 raised to 5 watt hours, അതായത് 10 square kilowatt hour. 1 kilowatt എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 kilowatt is given by 1000 watt. 1000 watt എന്ന് പറഞ്ഞാൽ എന്താണ്? It is equal to 1 kilowatt ആണ് കേട്ടോ. അതും കൂടി അറിഞ്ഞു വയ്ക്കുക. 1 kilowatt ആണ് എന്ത്? 1000 watt എന്ന് പറയുന്നത്. 10 raised to 3 ആണ്. ഓക്കെ, 10 raised to 3 ആണ് വരിക. ഓക്കെ, let's move on to the next question. A ball moves in a frictionless inclined table without slipping. The work done by the table surface on the ball എത്രയായിരിക്കും? ഫ്രിക്ഷൻലെസ് ആണെന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ഫോഴ്സ് ഈക്വൽ ടു 0 ആയി. ഫോഴ്സ് ഈക്വൽ ടു 0 ആണ് എന്തെന്ന് പറഞ്ഞ അർത്ഥം? ഫ്രിക്ഷൻലെസ് ആണെന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഫ്രിക്ഷൻലെസ് എന്ന് പറഞ്ഞാൽ എന്തായി? ഇറ്റ് ഇസ് ഫോഴ്സ് ഈക്വൽ ടു 0. ഫോഴ്സ് ഈക്വൽ ടു 0 ഇതിൻ്റെ സർഫസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഈസ് ഈവൻ ബൈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എഫ് ഡോട്ട് എസ് എന്ന് പറയാം അല്ലേ? ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഞാൻ വീണ്ടും പറയുകയാണ്, വർക്ക് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എഫും എസും വെക്ടേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആസ് എഫ് ഇസ് ഈക്വൽ ടു 0 വി ക്യാൻ സേ ദാറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. വെരി സിമ്പിൾ, ഒരു ബുദ്ധിമുട്ടില്ല. ഇറ്റ് ഇസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ജസ്റ്റ് എന്തറിയണം? ആ കൺസെപ്റ്റിനെ പറ്റി അറിയണം. ഫ്രിക്ഷൻലെസ് സർഫസ് ആണെങ്കിൽ അവിടെ ഫോഴ്സ് 0 ആണെന്നും ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ വർക്ക് ഡൺ 0 ആവുമെന്നും അറിയണം. അത്രേ ഉള്ളൂ.
ഓക്കെ, വിത്തൗട്ട് സ്ലിപ്പിംഗ് ഒരു ബോഡി ഒരു ഫ്രിക്ഷൻലെസ് സർഫസിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ ഇസ് നോ വർക്ക് ഡൺ ബിക്കോസ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഒബ്ജക്റ്റ്. ഓക്കെ, സോ യെസ് വി ഹാവ് സ്പിൻ ആൻഡ് വിൻ. നിങ്ങൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിന്ന് കാണാൻ പറ്റും. ദിവാളി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവന്നാണ്. യു ക്യാൻ സ്പിൻ ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് സ്പെഷ്യൽ ഓഫേഴ്സ്. ഓക്കെ, സ്പെഷ്യൽ ഓഫേഴ്സ് നിങ്ങൾക്ക് എവിടെ കിട്ടും? ഈ സ്പിൻ ആൻഡ് വിന്നിൽ കിട്ടും. നിങ്ങൾ ആപ്പ് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മെഗാ ദിവാളി കാർണിവലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു 6-7 ഓഫറുകൾ അതിനകത്തുണ്ട്, നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് കിട്ടുന്നതേ കിട്ടുള്ളൂ. ആദ്യം കിട്ടുന്ന സാധനം മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് ആദ്യം കിട്ടിയത് 22% ഓഫാണ്. കാര്യമില്ല, നല്ല സാധനം കിട്ടണം. നമുക്ക് ഫ്രീ ആയിട്ട് ബുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ 50% ഓഫ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഓഫേഴ്സ് അവിടെ ഉണ്ട്, നമ്മുടെ സ്പിൻ ആൻഡ് വിന്നിലുണ്ട്. അപ്പോൾ എന്തായാലും ആപ്പ് കയറിയിട്ട് ഒന്ന് എടുത്ത് നോക്കുക. ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് സം ഓഫേഴ്സ് ട്രൈ ടു യൂട്ടിലൈസ് ഇറ്റ്. ഓക്കെ, എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ അഡ 24/7 എടുക്കുകയാണെങ്കിൽ Y757 എന്ന കോഡ് മറക്കാതിരിക്കുക. ഓക്കെ, Y757 ആണ് കോഡായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്തുകൂടി ഉണ്ട്? നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബുക്സ് വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം? Y757S എന്ന കോഡ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. Y757S ആണ് നിങ്ങളുടെ കോഡായിട്ട് വരുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ആൻഡ് ദിസ് ഇസ് അവർ ആപ്പ് എടുക്കുക. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് അറിയാൻ വേണ്ടെങ്കിലും ഒന്ന് അതിലൂടെ ഗോ ത്രൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വി ഹാവ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ജോബ് അലേർട്ട്സ്, ഡെയിലി ക്വിസുകൾ, അല്ലെ ESID ഒക്കെ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ടെന്ന് എല്ലാവരും അറിയുന്നേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ നമ്മുടെ ആപ്പിൽ അതിൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. Y757 ആണ് കോഡായിട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇത്രയും നേരം എന്നെ ലിസൺ ചെയ്ത് തരുന്നതിന് താങ്ക് യു. സോ വിൽ കണ്ടിന്യൂ ദ സീരീസ്. നമുക്ക് കൃത്യമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സീരീസുകളുണ്ട്. ഫ്രീ ആയിട്ട് കണ്ടന്റ് നമ്മൾ യൂട്യൂബ് വഴി കൊടുക്കുന്നുണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് അതുപോലെ തന്നെ കോഴ്സായിട്ട് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ കോഴ്സസ് ആൻഡ് യു ക്യാൻ യൂസ് ദ കോഡ് Y757. Okay, thank you very much. We'll meet in another class. Thank you.